ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വരാം, നമുക്കിപ്പോ തന്നെ പോവാം. അത് അർച്ചനയും മോളും അല്ലെന്ന് നമുക്കിപ്പോ തന്നെ ഉറപ്പുവരുത്തണം. വേഗം വാ, അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. വാ മോളെ. അച്ഛൻ വിഷമിക്കണ്ട, അർച്ചനയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അവള് തിരിച്ചു വരും. അച്ഛൻ വെള്ളം കുടിക്കേ. നമ്മുടെ വീടിന്റെ എല്ലാ ഐശ്വര്യവും പോയില്ല മക്കളെ. ഇങ്ങനെ വിഷമിക്കല്ലേ അച്ഛാ, അർച്ചനടുത്ത് തിരിച്ചു വരും. നമ്മളെ എല്ലാരെയും വിട്ടുപോവാൻ അർച്ചനടുത്തേക്ക് പറ്റുമോ? സച്ചേട്ടൻ സത്യം പറയാത്തത് കൊണ്ടാ ഇതൊക്കെ പറ്റിയത്. അത് മനസ്സിലാവുമ്പോ ഏട്ടത്തി തിരിച്ചു വരും. ഹലോ, അതെ, ആരാ? പോലീസ് സ്റ്റേഷനിൽ നിന്നോ? എത്ര വയസ്സെന്നാ പറഞ്ഞത്? ഇരുപത്തിയേഴ്, 28. അതെ, അർച്ചനയ്ക്കും ഏകദേശം ആ പ്രായം തന്നെയാണ്. എന്താ, രണ്ടുപേരും സ്പോട്ടിൽ തന്നെ മരിച്ചെന്നോ? അയ്യോ, ആ കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? ഏത് വണ്ടി അടിച്ചത്? ടിപ്പർ ലോറിയോ? ബോഡി ഇപ്പൊ എവിടെയാ? മോർച്ചറിയിലാണോ? എന്താ മോളെ, എന്താ പറ്റിയത്? അർച്ചനയ്ക്ക് എന്ത് പറ്റി? ഈശ്വര, അതെ, വെളുത്തു നിറ, ഉയരം ഏകദേശം അത്രയും തന്നെ വരും. അയ്യോ, അതെ, സാനിയും ബ്ലൗസ് ആയിരുന്നു വേഷം. ഈശ്വര, ബാഗ്, ഒരു ബാഗ് ഉണ്ടായിരുന്നു, ഒരു ഷോൾഡർ ബാഗ് അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ ഉടനെ വരാം സർ. സന്ധ്യജി, അർച്ചനേട്ടത്തേക്ക് എന്താ പറ്റിയത്?
മോളെ, എന്റെ കുഞ്ഞുങ്ങൾ അവരെവിടെ? എന്റെ ദൈവമേ, എന്റെ കുഞ്ഞുങ്ങൾ. അച്ഛാ, അച്ഛാ. അച്ഛാ, അത് അർച്ചനയും കുഞ്ഞുമാണെന്ന് ഉറപ്പില്ല. ഓട്ടോയിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ടിപ്പർ ലോറി ഇടിച്ച് ഏതോ ഒരു അമ്മയും കുഞ്ഞും മരിച്ചു എന്നാ പോലീസുകാരൻ പറഞ്ഞത്. അത് കംപ്ലൈന്റിൽ പറഞ്ഞിട്ടുള്ള അർച്ചനയും കുഞ്ഞുമാണോ എന്ന് അറിയാന് അവര് വിളിച്ചത്. അല്ലാതെ അർച്ചനയും കുഞ്ഞുമാണെന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. ഐഡന്റിഫൈ ചെയ്യാൻ ആരെങ്കിലും മോർച്ചറിയിൽ വരെ ചെല്ലണം. സ്നേഹ, ആതിരയുടെ അനൂപിനെ എന്ന് വിളിച്ച് കാര്യം പറയാൻ പറ. വേഗം ചെല്ല്. എന്റെ മക്കള് പോയിട്ട് ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? മോളെ, ഞാൻ വരാം. നമുക്കിപ്പോ തന്നെ പോവാം. അച്ഛാ. അത് അർച്ചനയും മോളും അല്ലെന്ന് നമുക്കിപ്പോ തന്നെ ഉറപ്പുവരുത്തണം. വേഗം വാ. അച്ഛാ. അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. വാ മോളെ. അച്ഛാ. അച്ഛാ, അച്ഛാ, എന്ത് പറ്റി? അച്ഛാ. ഇല്ല, എനിക്കൊന്നുമില്ല. നമുക്ക് അച്ഛനെ- എത്രയും വേഗം അർച്ചനയെ കാണാൻ പോവാം. അച്ഛാ, അത് അനൂപ് പോയി ഐഡന്റിഫൈ ചെയ്തോളൂ. ഞാനൊരു വണ്ടി വിളിക്കാം. നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട, എനിക്കൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അച്ഛന്റെ കണ്ടീഷൻ വളരെ മോശം. ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. നീ എന്താ ഈ പറയുന്നേ? എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം അറിയാതെ ഞാൻ എങ്ങോട്ടും വരത്തില്ല. അച്ഛാ, സമ്മതിച്ചു. അച്ഛ ഇപ്പൊ ഇവിടെ ഇരിക്കും. അച്ഛമ്മ ഒന്ന് സമാധാനിക്ക്. അച്ഛമ്മ ഇരിക്ക്. കുറച്ച് സമാധാനിക്ക്.